സുവിശേഷ വീഥി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഒരു തവണ കൂടി ഇപ്രകാരം ക്രിസ്തു വചനത്തോടൊപ്പം ഒരുമിച്ചായിരിക്കാനായിട്ട് നമുക്ക് ലഭിച്ച ഈ അവസരത്തെ നന്ദിയോടെ ഓർക്കാം. നമ്മൾ എപ്പോഴും പുറത്ത് വലിയ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും തിരയുന്നതിനിടയിൽ കാണാതെ പോകുന്ന എത്രയോ വലിയൊരു അത്ഭുതമാണ് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ അവശേഷിക്കുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ജീവൻ്റെ തുടിപ്പ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുമിച്ചായിരിക്കാനായിട്ട് ലഭിച്ച ഈ സമയത്തെ ഓർത്ത് എന്തുമാത്രം നന്ദി പറഞ്ഞാലാണ് മതിയാവുക. ക്രിസ്തുയേശുവിൻ്റെ വചനത്തോടൊപ്പമുള്ള ഒരു ചെറിയ യാത്രയാണ്. അതുകൊണ്ട് തന്നെ അത് മാനസാന്തരത്തിലേക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതാണ് ക്രിസ്തുയേശുവും ഭൂമിയോട് പറഞ്ഞു തുടങ്ങിയത്. യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനും പറയാൻ ശ്രദ്ധിച്ചതും അതുതന്നെയായിരുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിപ്പിൻ. ഒരു അനുതാപവും മാനസാന്തരവുമൊക്കെ എന്തുമാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പദങ്ങളാണ്, അനുഭവങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തു വഴികളിലാണ് എന്നാണ് ധാരണ. നമ്മൾ ഓരോരുത്തരുടെയും തോന്നലും അതുതന്നെയാണ്. എല്ലാവരെയും തോന്നിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ക്രിസ്തു വഴിയിലാണ്, ക്രിസ്തു വഴികളിലാണ് എന്ന് പറയുമ്പോഴും എന്തുമാത്രം ക്രിസ്തുയേശു ഉള്ളിലുണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ധാരണ ഓരോരുത്തരും അവനവൻ്റെ വ്യക്തിപരമായ സ്വകാര്യ ജീവിതത്തിൽ ഒന്ന് ഉറപ്പുവരുത്തേണ്ടത് എത്ര ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതിൽ നിന്ന് ആരംഭിക്കാമെന്ന് കരുതുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ നിന്നാണ്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ തനിക്ക് പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് കൊടുത്തുവിട്ട കുറിപ്പുകളാണ് നമ്മളിങ്ങനെ ലേഖനങ്ങളായിട്ട് പരിഗണിക്കുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ. കൊലോസ്യ സഭയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു വലിയ രഹസ്യത്തെക്കുറിച്ചായിരുന്നു. പൗലോസിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. പൗലോസിനല്ല പ്രശ്നം, നമുക്കാണ്. പക്ഷെ നമ്മളതിന് പൗലോസിൻ്റെ പ്രശ്നമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒന്നും അങ്ങോട്ട് പിടുത്തം കിട്ടില്ല, ഭയങ്കര ദുർഗ്രഹമാണെന്നാണ്. അത് പൗലോസിൻ്റെ കുഴപ്പം മാത്രമല്ല, നമ്മുടെയും കുഴപ്പമുണ്ട്. നമുക്കൊരു ശ്രദ്ധയോ താല്പര്യമോ ഒന്നുമില്ല. എല്ലാം ഒരു ഈസി റീഡിങ്, വളരെ എളുപ്പത്തിൽ പിടുത്തം കിട്ടണമെന്നുള്ളൊരു ശാഠ്യത്തിൽ നിന്നാണ്. പിന്നെ പറയുന്നത് പൗലോസ് അപ്പോസ്തലനായതുകൊണ്ട് അത് വളരെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അതുകൊണ്ട് അത് ലളിതമാക്കുന്നതിനും കുറേ കൂടി നമുക്ക് പാകപ്പെടുത്തുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്താനായിട്ട് അപ്പോസ്തലൻ ശ്രമിക്കുകയാണ്. കൊലോസിയ സഭയ്ക്ക് മാത്രമാണ്, ആ സഭയിലെ വിശ്വാസികൾക്ക്, ആ ഒരു ചെറു സമൂഹത്തിന് മാത്രമാണിത് ബാധകമാകുന്നത് എന്നൊരു തോന്നലിലാകരുത് നമ്മൾ ഈ തിരുവചനത്തിലേക്ക് കടക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ അതിനൊരു ആമുഖമൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കുറേ കൂടി കാര്യങ്ങളെ ലളിതമാക്കുകയല്ല, കുറേ കൂടി സങ്കീർണമാക്കുകയാണ്. തലമുറകളുടെയും യുഗങ്ങളുടെയും ആരംഭകാലം മുതൽ ദൈവം മറച്ചുവെച്ച രഹസ്യം ഇപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെയാണ് ആ ആമുഖം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭകാലം മുതൽ ദൈവം മറച്ചുവെച്ച ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ആ രഹസ്യം? വളരെ ലളിതമാണ്. അത് ലളിതമാകും തോറും അത് ഏറെ സങ്കീർണമാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. പറയുന്ന ആളിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വിശ്വസിച്ചേ മതിയാവും. അത്രത്തോളം ആധികാരികമായിട്ട് പറയാനായിട്ട് അധികാരമുള്ള ആളാണ് ഈ പറയുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ ജനന സമയത്ത് നമ്മളിങ്ങനെ മുഴങ്ങി കേട്ടിരുന്നു ദൈവത്തിൻ്റെ അറിയിപ്പ്. അതിങ്ങനെ ഇടയരോടും ജ്ഞാനികളോടുമൊക്കെ ലോകത്തോടും സർവ്വജനത്തോടുമൊക്കെ അറിയിച്ചിരുന്നു. അവൻ നമ്മോട് കൂടെ എന്നർത്ഥമുള്ള മാനുവേൽ അല്ലെങ്കിൽ ഇമ്മാനുവേൽ. അവൻ നമ്മോട് കൂടെയാണ് ഇന്നു മുതൽ എന്നൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അതിന് കുറേ കൂടി ഒരു മനുഷ്യരൂപം ഉണ്ടാകുന്നു.
കുറേ കൂടി ഒരു മനുഷ്യത്വ രൂപം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത. അതിന് മുമ്പും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പകൽ മേഘമായും രാത്രി അഗ്നിയായും അവർക്ക് മുമ്പും പിമ്പും ഇരുവശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പഴയ നിയമം പറയുന്ന ആ ദൈവാനുഭവത്തെക്കുറിച്ചാണ്. പക്ഷേ ക്രിസ്മസോടുകൂടി, ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി അതിന് കുറേ കൂടി ഒരു മനുഷ്യരൂപവും മനുഷ്യത്വ ഭാവവും ഒക്കെ വന്നെന്നുള്ളതാണ്. കൂടെ ഉണ്ട് എന്നതാണ്, കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് ക്രിസ്തുയേശു നമുക്ക് പലപ്പോഴും കൈമാറിയിട്ടുള്ളത്. ഭൂമിയെ വിട്ട് ഒടുവിൽ കടന്നു പോകുന്ന സന്ദർഭത്തിൽ യേശു പറയാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായം 28-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് തീരുന്ന ഭാഗം ഇതുതന്നെയാണ്. യേശുവിൻ്റേതായ ഒടുവിലത്തെ ഒരു വാഗ്ദാനം ഉറപ്പുമാണ്, യുഗാന്ത്യത്തോളം, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും. ഇങ്ങനെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പോടുകൂടി ജനിച്ച, കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പുള്ളൊരു വാഗ്ദാനം തന്ന് തൽക്കാലം ഒന്ന് മടങ്ങിയ ക്രിസ്തുയേശുവിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അത് കുറച്ചും കൂടി വ്യക്തത ഉണ്ടാകുന്നു, നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടെന്ന്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുയേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ഈ യേശുവിനെയാണ് നമ്മൾ കുറേ കൂടി ഒന്ന് പരിഗണിക്കേണ്ടത്. കുറേ കൂടി ആ യേശുവിനെ ഒന്ന് പഠിക്കാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് പാകപ്പെടുത്തേണ്ടേ. മാനസാന്തരത്തിന് തക്ക ഫലങ്ങൾ പുറപ്പെടുവിപ്പാനാണ് ഈ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്തെ ആഹ്വാനമൊക്കെ. ഈ മാനസാന്തരം തന്നെ എന്താണ്? ഒരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവുണ്ടാകാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മാനസാന്തരം ഒരു തിരിച്ചറിവാണ്. തിരിച്ചറിവിൽ നിന്ന് ഒരു തിരിഞ്ഞു നടപ്പും കൂടെ ഉണ്ടാവണം. അറിവ് നമ്മളെ എപ്പോഴും സഹായിക്കണമെന്നില്ല, അല്ലേ? ഈ ഒരു ബസ് സ്റ്റോപ്പിൽ നമുക്ക് പോകേണ്ട ദിശയിലേക്കുള്ള, ലക്ഷ്യത്തിലേക്കുള്ള ബസ് എത്തുമെന്നുള്ള അറിവ് നമ്മളെ ഒത്തിരി സഹായിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ കൃത്യമായി ബസ് വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയും ബസ് വരുമ്പോൾ ആ ബസ്സൊന്ന് നിർത്തിക്കിട്ടാനായിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചില അടയാളങ്ങൾ കാണിക്കുകയും നിർത്തുന്ന ബസ്സെ കയറുകയും ഇനി യാത്രാക്കൂലി കൈ കരുതുകയും ഒക്കെ വേണ്ടേ? അപ്പോൾ അറിവ് നമ്മളെ സഹായിക്കും, അതിൻ്റെ പ്രാഥമികമായ ഒരു പരിധിക്കുള്ളിൽ നിന്ന് മാത്രമാണ്. അവിടെ നിന്ന് നമ്മളെ തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണ്ടേ? അതുകൊണ്ടാണ് മാനസാന്തരം ഒരു തിരിച്ചറിവാണെന്ന് പറയുമ്പോൾ തിരിച്ചറിവിൽ നിന്ന് ഒരു തിരിഞ്ഞുവരവും ആവശ്യമാണ്, ഒരു മടക്കയാത്രയും ആവശ്യമാണ്. എന്തിനാണ്? കുറേ കൂടി ഊർജവും പ്രകാശവും ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ്. എപ്പോഴോ ലക്ഷ്യത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മളൊന്ന് വ്യതിചലിച്ചു പോയെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യകത പോലും വന്നു ചേർന്നത്. പറഞ്ഞു വരുന്നത്, നമ്മൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് എത്രയോ വൈകിപ്പോയിട്ടുണ്ട്. നമ്മൾ യേശുവിനെ പോലും കുറേ കൂടി മനസ്സിലാക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഒന്ന് നന്നായി, ഭംഗിയായി, അഴകോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിനൊരു വെളിച്ചത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. യേശുവിനെ മനസ്സിലാക്കാനും അതിലൂടെ അവനവനെ കുറേ കൂടി ഒന്ന് പിടുത്തം കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് വെളിച്ചം ആവശ്യമാണ്. വെളിച്ചം തീരെ ഇല്ലാത്ത ഒരു ജീവിതത്തിലാണോ നമ്മൾ അകപ്പെട്ടു പോയത്? എല്ലായിടത്തും ആവശ്യത്തിനും അപ്പുറത്ത് വെളിച്ചമുണ്ട്. പക്ഷേ അവനവൻ്റെ ഉള്ളിൽ എന്തുമാത്രം വെളിച്ചത്തെ നമ്മൾ നിലനിർത്തുന്നുണ്ട്? കുറച്ച് ശ്രമകരമായ കാര്യമാണ്, ഏറെ ഹോംവർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വെളിച്ചത്തെ നിലനിർത്തുക. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു വചനമുണ്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു തിരുവചനമാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിനകത്ത് ഈ ഒരു ക്രമത്തിൽ, ഈ ഒരു മാതൃകയിൽ ഞാനാകുന്നു എന്നുള്ള 7ഓളം യേശുവചനങ്ങളുണ്ട്. ഐ ആം സെയിങ്, ഞാൻ ജീവൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ഒന്ന് കണ്ടെത്താനായിട്ട് ഒന്ന് ലക്ഷ്യം വെച്ച് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിലൊന്നാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്.
യേശു പറഞ്ഞ വളരെ വ്യത്യസ്തമായ, നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അത് പറയാനായിട്ട് കുറച്ചേറെ ധൈര്യം ഉണ്ടാവണം. നമ്മളിത് വായിച്ച് എത്ര വേഗം ആമേൻ പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കും. കാരണം യേശുവിനെക്കുറിച്ച് തന്നെ എപ്പോഴും ഒന്ന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെയാണ്, ഒരു സ്വയം പരിചയപ്പെടുത്തലാണ്. ഞാൻ ഇന്നയാളാണ്. നമ്മളെല്ലാം അതിനോട് പരിപൂർണമായ യോജിപ്പാണ്. എല്ലാവരും അഗ്രി ചെയ്യുന്നുണ്ട്. ശരിയാണ്, ആയിക്കോട്ടെ, നീ ഇനി വെളിച്ചമൊന്നല്ല, നീ അന്ധകാരം എന്ന് പറഞ്ഞാൽ പോലും നമുക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഞങ്ങളൊക്കെ യോജിക്കും. ഇതൊരു വലിയ തന്ത്രമാണ്, ഇത് വലിയൊരു സാമർഥ്യമാണ്. കാരണം ഇതിനകത്തേക്കൊന്നും ഇറങ്ങാനോ ഇതിനകത്തൊന്നും ഇടപെടാനോ ഒന്നും നമ്മൾ തയ്യാറല്ല. യേശു എന്ത് പറഞ്ഞാലും ആയിക്കോട്ടെ എന്ന് വെച്ച് നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് മടങ്ങിപ്പോകാൻ പറ്റും. അതുകൊണ്ട് ഇത്തവണ യേശു ഒരു ചെറിയ കുരുക്കും കൂടെ അവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിച്ചാൽ നമ്മളും കാര്യങ്ങൾ അവിടെ തീർത്ത് നമ്മുടെ വഴിക്ക് പോകും. അവിടെ യേശു ഒരു കോമായൊക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത്, എന്നെ അനുഗമിക്കുന്നവനാരും അതുകൊണ്ട് അന്ധകാരത്തിൽ വസിക്കുന്നില്ല, അവനിൽ ജീവൻ്റെ വെളിച്ചമുണ്ടാവും. നമ്മളിത് വായിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ വായിക്കാതെ എങ്ങനെ അതിൽ നിന്ന് വഴുതി അപ്പുറത്തേക്ക് ചാടിക്കടക്കാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആർക്കും അതിനകത്തൊരു അധിക ഉത്തരവാദിത്വം ഉണ്ടാവില്ല, അല്ലേ, ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. ആയിക്കോട്ടെ എന്ന് നമ്മളും നമ്മുടേതായ ഒരു സമ്മതം രേഖപ്പെടുത്തും. നമ്മളും സമ്മതിച്ചെന്നേ, തർക്കമൊന്നുമില്ല, അഭിപ്രായ വ്യത്യാസവുമില്ല, പരിപൂർണ്ണ യോജിപ്പുമാണ്. ശേഷി പറയുകയാണ്, അതുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്നെ അനുഗമിക്കുന്നവനാരും അന്ധകാരത്തിൽ വസിക്കുന്നില്ല, മാത്രമല്ല അവനിൽ ജീവൻ്റെ വെളിച്ചമുണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചാണൊരു വായന വായിക്കേണ്ടത്. പുറകിൽ നിന്ന് വായിച്ചു തുടങ്ങണം. എന്നിൽ അന്ധകാരമുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചും അതിനെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അതിനെ ആസ്പദമാക്കിയുമൊക്കെയാണ് യേശുവിൻ്റെ വെളിച്ചം എന്നിലുണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടുക. അങ്ങനെ ഒരു വായനയ്ക്ക്, അങ്ങനെ ഒരു അന്വേഷണത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളിലും മാനസാന്തരത്തിൻ്റെ പതിയെ ചലനങ്ങൾ ഉണ്ടാവുകയാണ്. അതിൻ്റെ മുഴക്കങ്ങൾ നമ്മുടെ ഉള്ളിൽ പുറത്തേക്ക് വരികയാണ്. എന്തുമാത്രം വെളിച്ചമുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ. ആ വെളിച്ചത്തെ ആശ്രയിച്ച ഇത് കേൾക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും തോന്നാം ക്രിസ്തു വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇത് പുറമേയുള്ള ഈ പ്രത്യേകിച്ച് വേഷവിധാനം കൊണ്ടും പറയുന്ന സുവിശേഷം യേശുവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും നമുക്കതിനെ കൂട്ടിയിണക്കാൻ പറ്റും. യേശു വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ. പക്ഷെ അങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുമാത്രം യേശു വെളിച്ചമുണ്ട് എന്നതിനെ ആശ്രയിച്ചും ആസ്പദമാക്കി മാത്രമാവും തമ്പുരാൻ നമ്മളെ നിർണ്ണയിക്കുക, നമ്മളെ നിർവചിക്കുക. അപ്രകാരം തന്നെയായിരിക്കും. അങ്ങനെ ഒരു കാലവും നേരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തുമാത്രം വെളിച്ചമുണ്ട് എന്നതാണ് അവനവൻ ഈ വൈകിയ വേളയിൽ സ്വന്തം ഉള്ളിനോട് ചോദിക്കേണ്ടതും തിരയേണ്ടതും കണ്ടെത്തേണ്ടതും അതിൻ്റെ ഒരു സങ്കടത്തിൽ വിലപിക്കേണ്ടതും പിന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോയി ശരിക്കും ആ ഊർജ്ജ സ്രോതസ്സിലേക്ക്, ഞാൻ വെളിച്ചമാണ് എന്ന് പറഞ്ഞ ആളിലേക്ക് എത്തേണ്ടതുമൊക്കെ കാലം വെളിപ്പെടുത്തും. ശരിയാണ്, ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്തുമാത്രം യേശു വെളിച്ചമുണ്ട് ഇല്ല എന്നൊക്കെ കാലം വെളിപ്പെടുത്തും. അത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സുവിശേഷം, തിരുവചനം. യോഹന്നാൻ മാബ്ദാന തന്നെയാണ് അത് ബോധ്യപ്പെടുത്തിയത്. യോഹന്നാൻ മാബ്ദാന കൃത്യമായിട്ട് അത് പറഞ്ഞിരുന്നു. ലോകത്തിലേക്ക് പ്രകാശം വന്നു, എന്നിട്ട് നിങ്ങൾ പ്രകാശത്തെക്കാളധികം അന്ധകാരത്തെ സ്നേഹിച്ചു. നമ്മൾ എന്തുകൊണ്ടാണ് അറിയാതെയും വായിക്കാതെയും പോകുന്നത്? യോഹന്നാൻ സ്നാപകൻ്റെ അസാധാരണമായ ഒരു പ്രസംഗമുണ്ട്. ഇനി അതിന് യൂട്യൂബിലടിച്ചാൽ കിട്ടുമോ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണ്ട, സുവിശേഷം തുറന്നാൽ മതി. ഒന്നാമത്തെ സുവിശേഷത്തിനകത്തും മൂന്നാമത്തെ സുവിശേഷത്തിനകത്തും രണ്ടിലും മൂന്നാമത്തെ അധ്യായത്തിലാണ് യോഹന്നാൻ സ്നാപകൻ്റെ, ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ പ്രസംഗം കിടക്കുക. രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചാൽ കുറച്ചും കൂടി ഒരു പൂർണ്ണതയുണ്ടാവും. അതിനകത്ത് പറയുന്നുണ്ട് ലോകത്തിലേക്ക് പ്രകാശം വന്നു. അത് യേശുവിൻ്റെ വരവിനെക്കുറിച്ചാണ്, ആർക്കും ഒരു തർക്കമില്ല. എന്നിട്ടും പ്രകാശത്തേക്കാളധികം നിങ്ങൾ അന്ധകാരത്തെ സ്നേഹിച്ചു. എന്തൊരു സങ്കടം പിടിച്ച ഒരു പരാതിയും കൂടി അത് കേട്ടിട്ടും നമ്മുടെ ഉള്ളം ഒന്ന് പൊള്ളുന്നില്ല, ഒന്ന് അനങ്ങുന്നില്ല. അതിങ്ങനെ പാറ പോലെ കുറച്ചും കൂടി, അത് പഴയ നിയമത്തിൽ പറയുന്ന പോലെ ഫറവോൻ്റെ ഹൃദയം പോലെ കുറേ കൂടി കഠിനമാവുകയാണ്. അങ്ങനെ
യോഹന്നാൻ മാംദാനയുടെ പ്രഭാഷണം മുമ്പോട്ട് പോകുമ്പോൾ യേശുവിനെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമായ ചില പരാമർശങ്ങൾ, സൂചനകൾ തരുന്നുണ്ട്. ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത, ആരുടെയും ഭാവനയെപ്പോലും വരാത്ത ഒരു യേശുവിനെക്കുറിച്ചും യോഹന്നാൻ പറയുന്നുണ്ട്. എന്താണത്? ഒരു വീശുമുറമൊക്കെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന യേശു. കേൾക്കുന്നവരിൽ ആർക്കെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാനായിട്ട് ഒരു സർഗശേഷി ഉണ്ടെങ്കിൽ ഒരു സ്റ്റാമ്പ് സൈസായാൽ മതി. ഈ വലിയ വിരലിൻ്റെ നഖത്തിൻ്റെ വലിപ്പത്തിലെങ്കിലും ഈ പറയുന്ന മാതിരി ഒരു യേശുവിനെ വരയ്ക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. എന്താണ്? അടുക്കളയിലൊക്കെ പണ്ടുണ്ടായിരുന്ന, ഇപ്പോൾ അടുക്കളയിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ പുറത്തു പോകപ്പെട്ട സാധനം മുറം. ആ പഴയ മുറം കിട്ടാനില്ലെങ്കിലും കാണാനില്ലെങ്കിലും വളരെ അപൂർവമായിട്ടുണ്ട് കേട്ടോ. ഫൈബറിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഏതാണ്ട് ആ ഒരു ഉപയോഗത്തിനുള്ളത്. ഉപയോഗവും ഇല്ല, ഉപയോഗിക്കുന്നവരും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ മുറം നമ്മളൊന്ന് ഓർത്തെടുത്താൽ നല്ലതാണ്. മുറമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രമേ വളരെ വിചിത്രമായി തോന്നും. ഒരുപക്ഷെ വരച്ച് കഴിയുമ്പോൾ വളരെ വിവാദമാകും. പക്ഷേ അവനവൻ്റെ സ്വകാര്യ മുറിയിൽ വിദ്യയിലൊന്ന് ഒട്ടിക്കാവുന്ന ഏറ്റവും ഉത്തമനായ ഉചിതമായ ഒരു യേശു ഇത്. ഒരു വീശുമുറമൊക്കെ പിടിച്ചു നിൽക്കുക. യോഹന്നാൻ മാംദാന വീണ്ടും പറയുന്നുണ്ട്, അവൻ ഗോതമ്പ് കൃത്യമായിട്ടും ആ മുറത്തിൽ പേറ്റു എന്ന് പറയുക. ആ മുറത്തിലെ ഗോതമ്പ് ഇട്ടിട്ട് അവൻ ഇങ്ങനെ കൃത്യമായി ഒന്ന് പേറ്റി പിന്നെന്ത് ചെയ്യും? കതിരും പതിരും വേർപിരിയുമെന്നാണ് പറയുക. കാലം ഏതൊരു മനുഷ്യനെ വെളിപ്പെടുത്തും. അത് യേശുവിൻ്റെ കയ്യിലുള്ള ഈ വീശുമുറത്തിലേക്ക് ഞാൻ ചെന്ന് വീഴുമ്പോഴാണ്. അത്രത്തോളം അവസാനത്തിനായിട്ട് കാത്തിരിക്കണം. ഈ ഒരു അവസാനം എത്തുമ്പോൾ പിന്നീട് എന്തായാലും കുറച്ച് സാധനം മുറത്തിന് വെളിയിൽ പോകും. നമുക്കറിയാം, അത് പതിരാണ്. അതിങ്ങനെ പറന്നു പോകേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് കനമൊന്നുമില്ല, ഉള്ളിലൊന്നും സൂക്ഷിച്ചിട്ടില്ലെന്നേ. എന്തൊക്കെയോ പുറമേ ഇങ്ങനെ വാരിത്തേച്ച്, പുറമേ എന്തൊക്കെയോ ഇങ്ങനെ എടുത്തണിഞ്ഞ് തൽക്കാലം ആരെയൊക്കെയോ ഒന്ന് പറ്റിച്ചെന്ന് പറയുന്നില്ല, എന്തൊക്കെയോ തോന്നിപ്പിച്ചങ്ങ് പോവുകയാണ്. പക്ഷേ അത് വെറും പതിരായിരുന്നു. ഈ മുറത്തിനകത്ത് പതിരിന് അധികം നേരം കിടക്കാൻ പറ്റില്ല. കാരണം വീശുമുറ ഉള്ളവൻ അത് ചെറുതായിട്ടൊന്ന് അനക്കുമ്പോൾ, ചലിപ്പിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ കാറ്റുണ്ടാകുമ്പോൾ പറന്നു പോകും. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ തമ്പുരാൻ്റെ കയ്യിലെ മുറത്തിൽ വീഴുമ്പോൾ അത് മുറത്തിൽ അവശേഷിക്കുന്ന ശരിക്കും കതിരാണോ അതോ പറന്നു പോകേണ്ട പതിരാണോ? എന്തെങ്കിലും കനമുണ്ടോ എന്നുള്ളതാണ്. കനമുള്ളത് കതിരായിരിക്കും. എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും സൽഫലങ്ങളുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കൊണ്ടാണല്ലോ സുവിശേഷം നമുക്ക് വല്ലാതെ കൊള്ളുന്നതായി മാറുന്നത്, വല്ലാതെ കുത്തുന്നതായി മാറുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോഴും സുവിശേഷം വായിക്കാത്തത്. നമുക്കിപ്പോൾ ഇഷ്ടം സങ്കീർത്തനമൊക്കെയാണ്. സങ്കീർത്തനത്തെ ഇനി ഇഷ്ടപ്പെടേണ്ടെന്നൊന്നും അല്ല കേട്ടോ. കീർത്തനമൊക്കെയാണ് നല്ല ഈണത്തിൽ ഇമ്പകരമായ വിധത്തിൽ നമുക്ക് ചൊല്ലിപ്പോകാം പതുപോലെ. പക്ഷേ അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തുമ്പോഴും നമ്മൾ കുറേ കൂടി സുവിശേഷത്തിലേക്കൊന്ന് വരണ്ടേ? അതിങ്ങനെ ഞങ്ങൾ പള്ളി ഭാഷ പറഞ്ഞാൽ വിശ്വാസികൾ പറയും, അത് നിങ്ങൾ അച്ഛന്മാർക്കുള്ളതല്ലേ സുവിശേഷം. നിങ്ങളത് കാര്യമായിട്ട് ഈണത്തിൽ ഇമ്പകരമായ വിധത്തിൽ ഈ ആരാധനക്കിടയിൽ ഇങ്ങനെ വിശുദ്ധ വചനമൊക്കെ ഉയർത്തി കാണിച്ച് ഭംഗിയായി വായിക്കുന്നുമില്ലേ? എന്നിട്ടൊരു അനുബന്ധമുണ്ട് അതിന് കേട്ടോ. എന്താണ്? അതും കഴിഞ്ഞ് അതിൻ്റെ സമയം കഴിഞ്ഞ് ഞങ്ങൾ പള്ളി വരുന്നുമുണ്ടല്ലോ. ബുദ്ധിപൂർവമാണ് വിശ്വാസികൾ ഈ സുവിശേഷത്തിൻ്റെ വായനയും കഴിഞ്ഞാണ് എത്താൻ ശ്രമിക്കുക. എങ്ങാനും അതിന് മുമ്പ് എത്തിപ്പെട്ടാൽ ഈ കേൾക്കുന്ന സുവിശേഷം എനിക്ക് കൂടി, എത്തിപ്പെടുന്ന ഓരോരുത്തർക്കും കൂടി ബാധകമാണെന്ന് എങ്ങാനും തോന്നിപ്പോയാൽ പിന്നെ നമ്മൾ എന്നാ ചെയ്യും? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേകമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. ഒരു നിയമവും എനിക്കറിയില്ലായിരുന്നു, ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? ഇപ്പോൾ ഒരാളെ കൊന്നാൽ ഒരു കുറ്റകൃത്യമാണെന്നും അതിന് കഠിനമായ ശിക്ഷ കിട്ടുമെന്നൊക്കെ ഏതൊരാൾക്കും അറിയാം. എന്നതുപോലെ എല്ലാ നിയമത്തെക്കുറിച്ചും ഒന്നും എല്ലാവർക്കും വലിയ ധാരണയില്ല. അപ്പം പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപൂർവ്വം ആ പണ്ഡിതന്മാരൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. പിന്നെ നീ അറിഞ്ഞിരിക്കണം, അറിയേണ്ടതൊക്കെ നീ അറിഞ്ഞിരിക്കണം. ആ ഒരു ഭരണഘടനയിലെ വ്യവസ്ഥ ശരിക്കും നമ്മുടെ സുവിശേഷത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോയില്ലേ? കാരണം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തുമാത്രം മാർഗങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ അറിയാനായിട്ട്. എന്നിട്ടും നമ്മൾ ശ്രമിച്ചോ? നമ്മളതിനു വേണ്ടി എന്തെങ്കിലും പണിയെടുത്തോ? നാട്ടുഭാഷ ചോദിച്ചാൽ. എന്നിട്ട് നമ്മൾ രക്ഷപ്പെടാനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മളിങ്ങനെ ഓർത്തും ഒരുങ്ങിയിരിക്കുക.
എപ്പോഴാണ് യേശു എന്ന് പറയുന്ന ആ ഒരു സ്നേഹാനുഭവത്തെ, ഒരു വെളിച്ചത്തെയൊക്കെ കുറേ കൂടി അവനവൻ്റെ ജീവിതത്തോടൊന്ന് ചേർത്ത് പിടിക്കുക? വളരെ വൈകിപ്പോയെന്ന് പറയുമ്പോഴും നമ്മൾ അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഒരു കാലെടുത്തൊന്ന് മുമ്പോട്ട് വെച്ചാൽ, കൈയൊന്ന് അല്പം നീട്ടിയാൽ നമ്മളിലേക്ക് ഈ ദൈവം 3 പാദം എടുത്ത് വെക്കും എന്നൊക്കെയാണ് പറച്ചിൽ. ഒന്ന് തുടങ്ങിയിടാം. തീർച്ചയായിട്ടും പറഞ്ഞു വന്നതിൻ്റെ തുടക്കം ഇതായിരുന്നു, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു യേശു. പൗലോസ് അപ്പോസ്തലൻ്റെ കൊലോസ്യ സഭാ സമൂഹത്തോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഉള്ളിൻ്റെ ഉള്ളിലൊരു യേശു അനുഭവമുണ്ട്. ഈ യേശു അനുഭവത്തിന് പിന്നീട് എൻ്റെ വളർച്ചയുടെ കാലത്ത് എന്തൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെ അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കുറച്ച് ഗൗരവമുള്ളൊരു വിഷയമാണ് കേട്ടോ. കുറേ കൂടി കാര്യമായി ഒന്ന് പരിഗണിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചും പരിഗണിച്ചും തുടങ്ങുമ്പോൾ ഭയങ്കരമായ ചില നന്മയുടെ, മാറ്റത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ഒക്കെ ഒരു സാധ്യത തെളിഞ്ഞു വരും. തീർച്ചയായും നമുക്ക് പരിഗണിക്കാം എന്തൊക്കെയാണ്. ഒരു യേശു അനുഭവത്തിലേക്ക് ഒരാളെത്താനായിട്ട് വെളിച്ചത്തിലേക്കാണ് ജീവിതത്തെ ഒന്ന് പിടിച്ച് മാറ്റി നിർത്തേണ്ടത്. അതും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് ഒരു സംശയത്തിന് പോലും സ്പേസ് തരാതെ വളരെ കൃത്യമായി വ്യക്തമായി നമ്മളോട് പറഞ്ഞു ക്രിസ്തു യേശു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് നമുക്ക് നമ്മളുടെ ഈ ജീവിതത്തെ ഒന്ന് മാറ്റിപ്പിടിച്ച് തുടങ്ങിയാൽ, അലങ്കോലങ്ങളാണ് എല്ലാ അലങ്കാരങ്ങളും നമ്മൾ കരുതിയത് ഭയങ്കരമായ അലങ്കോലങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയും. അവിടം തൊട്ട് നമ്മളെ തന്നെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എത്തും. അവനവൻ്റെ ജീവിതം വൃത്തിയാക്കാനായിട്ട് മറ്റാരെയാണ് നമ്മൾ ഏൽപ്പിക്കുക? ആർക്കാണ് അതിന് ഉത്തരവാദിത്വം? ബോധവും ബുദ്ധിയും അതിനുള്ള സാഹചര്യങ്ങളുമൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്, ദൈവം തന്നിട്ടുണ്ട്. അതിനെയൊക്കെ നന്നായിട്ടൊന്ന് വിനിയോഗിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ആരാണ് നമ്മളുടെ ജീവിതം കെട്ടുപോയതിൻ്റെ കുറ്റക്കാരൻ? ആ കുറ്റം ഏറ്റെടുക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പലരെയും പഴിചാരുന്നുണ്ട്. എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ഊതിക്കെടുത്തിയവർ, അല്ലേ, എൻ്റെ ജീവിതത്തെ ചവിട്ടി മെതിച്ച് കളഞ്ഞവർ. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. അവനവൻ തന്നെയാണ് അവനവൻ്റെ ജീവിതത്തെ നിലനിർത്തുന്നതും അവനവൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ ക്രിസ്തു നാമം പേറുന്ന ഭൂമിയിലെ ഓരോരുത്തരും കുറേ കൂടി ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിയേ മതിയാവും ഈ വഴിയിൽ ജീവിപ്പാനായിട്ട്. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കേട്ടോ. വളരെ സങ്കീർണമായൊരു കാര്യമാണ്, ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അത് ശരിക്കും തമ്പുരാൻ്റെ കയ്യിലുള്ള ആ തുറന്നു വച്ചിരിക്കുന്ന വീശുമുറത്തിലേക്ക് എന്നെ പിടിച്ചിടുന്ന അതേ അനുഭവം തന്നെയാണ്. അവിടെ നിന്നാണ് ഞാൻ കതിരാണോ പതിരാണോ എന്ന് വെളിപ്പെടാൻ പോകുന്നത്. അതുവരെ എനിക്ക് ചിലതൊക്കെ ഒന്ന് മൂടി വെക്കാൻ പറ്റും, ചില മുഖമൂടികളൊക്കെ കൃത്യമായി എടുത്തണിയാൻ പറ്റും. അങ്ങനെ സമൃദ്ധമായി ചുറ്റുപാടുകളെയൊക്കെ ഒരു മായാ കാഴ്ചകളിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ കാലം എന്നെ തമ്പുരാൻ്റെ കയ്യിലെ വീശുമുറത്തിലേക്ക് എടുത്തിടുമ്പോൾ അവിടെ കതിരും പതിരുമൊക്കെ വേർപെടുന്നുണ്ട്, കൃത്യമായി വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ എനിക്ക് വലിയ രക്ഷയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആ ഒരു അവസാന നേരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് ഭയങ്കരമായ മണ്ടത്തരമാണ്. അവിടുന്ന് പിന്നെ ഒരു മാനസാന്തരത്തിനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം യേശു പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? ധനവാൻ്റെയും ലാസറിൻ്റെയും മനോഹരമായ കഥയിലാണ്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ. ആ കഥയുടെ ഒടുക്കം ഏതാണ്ടൊരു തീരാറാവുമ്പോൾ ആ ധനവാൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കർത്താവേ, എന്നെപ്പോലെ വളരെ മോശപ്പെട്ട ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആ 4-5 സഹോദരങ്ങൾ ഭൂമിയിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അവരെ കാര്യങ്ങളൊന്ന് അറിയിക്കാനായിട്ട് ആ ലാസറിനെ നയിക്കണമെന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അതിന് കർത്താവ് പറയുന്ന കഥയിലെ മറുപടി എന്താണ്? കാലാകാലങ്ങളിലായിട്ട് പ്രവാചകന്മാർ, ദൂതന്മാർ, തിരുവചനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടും നീയോ അവരോ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇനി അവസാന സമയത്ത് ആരാണ് പഠിപ്പിക്കാൻ പോവുക? എന്തിനാണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ മാനസാന്തരം
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വളരെ വേഗം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു തിരിച്ചറിവാണ്. അതൊരു പ്രകാശത്തിലേക്ക് എത്തലാണ്. ആ പ്രകാശത്തിൻ്റെ പേര് ക്രിസ്തുവാണ്. ആ പ്രകാശത്തിൽ എത്തുമ്പോൾ എനിക്ക് എന്നെ തന്നെ കുറച്ചും കൂടി വ്യക്തമായി കാണാൻ പറ്റും. ആ വ്യക്തതയിൽ എനിക്ക് എൻ്റെ പരിസരത്തെ കാണാൻ പറ്റും. അപ്പോൾ നഷ്ടപ്പെട്ട ചൈതന്യം എന്താണെന്ന് ബോധ്യപ്പെടും. പിന്നെ ഒരു മടക്കയാത്രയാണ്. അത് തീർച്ചയായും കൃത്യമായ ഏകാഗ്രതയിലായിരിക്കും, ലക്ഷ്യബോധം ഉണ്ടാവും. ആ ഒരു യാത്രയാണ് സത്യത്തിൽ ഏതൊരു ക്രിസ്തീയ വിശ്വാസിയുടെയും ആത്മീയയാത്ര. ആ യാത്രയിൽ തമ്പുരാൻ്റെ കരുണയും കാവലും ആവോളം ഉണ്ടാവും. ആ അനുകമ്പ നമ്മളിലുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യാശ ഉള്ളിലുണ്ടാവട്ടെ. ഉള്ളിലുള്ള ക്രിസ്തുയേശുവിനെ ഞാൻ തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുയേശുവിനെ ഉണർത്തി ആ ക്രിസ്തുയേശുവിന് വേണ്ടിയുള്ളൊരു ജീവിതത്തിലേക്ക് ഞാനും ഇറങ്ങിത്തിരിക്കുക. അങ്ങനെയാകുമ്പോൾ ആ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തു നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞതനുസരിച്ച് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ ആകുന്നില്ല, അവനിൽ ജീവൻ്റെ വെളിച്ചമുണ്ടാവും. അങ്ങനെ ജീവൻ്റെ വെളിച്ചമുള്ള ഒരു മനുഷ്യനായി മാറാനായിട്ട്, ഒരു നല്ല മനുഷ്യനായി മാറാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയും, നമ്മൾ ഓരോരുത്തരെയും ആത്മാർത്ഥമായി സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.